അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മയ്യിത്ത് നിസ്കാരത്തിന് ഒന്നാമതായി നിയ്യത്താണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ മയ്യിത്തിൻ്റെ മേൽ ഞാൻ നിസ്കരിക്കും, ഈ മയ്യിത്തിൻ്റെ മേലുള്ള ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. അവിടെ മയ്യിത്തിൻ്റെ മേലുള്ള ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന 3 പ്രയോഗങ്ങൾ നടത്തൽ നിർബന്ധമാണ്. മറഞ്ഞ മയ്യത്താണെങ്കിൽ മറഞ്ഞ ഇന്നാലിന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ ഇമാമിൻ്റെ കൂടെയാണെങ്കിൽ ഇമാമ നിസ്കരിക്കുന്ന മയ്യത്തിൻ്റെ മേൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്താണ് വേണ്ടത്. രണ്ടാമത് യുക്കബ്ബിറു 4 തക്ബീറാത്തിൻ. മയ്യിത്ത് നിസ്കാരത്തിൽ 4 തക്ബീറുകളാണുള്ളത്. അല്ലാഹു അക്ബർ എന്ന തക്ബീറാണ് ചെല്ലേണ്ടത്, 4 തക്ബീർ. അതുപോലെ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ ഇമാം എവിടെ നിൽക്കണം? യഖിഫു ഇൻദ റഅ്സി റജുൽ. മയ്യിത്ത് ആണാണെങ്കിൽ മയ്യിത്തിന്റെ തലഭാഗത്താണ് ഇമാം നിൽക്കുന്നത്, തലഭാഗത്ത്. വഇൻദ വസ്തിൽ മർഅത്തി. മയ്യിത്ത് പെണ്ണാണെങ്കിൽ ഇമാം മയ്യിത്തിന്റെ മധ്യഭാഗത്താണ് നിൽക്കുന്നത്. ഹാദാ മാ ജാഅത് ബിഹി സുന്ന. ഇങ്ങനെയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഫി ഹദീസ് സമറത്ത് ബിൻ ജുൻദുബ് ഫിൽ വഖൂഫി വസ്തിൽ മർഅ. സമറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീയുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ മധ്യത്തിൽ നിന്നതായിട്ട് കാണാൻ സാധിക്കും. വമിൻ ഹദീസ് അനസ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഫിൽ വഖൂഫി ഇൻദ റഅ്സി റജുൽ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുരുഷന്റെ മേൽ മയ്യിത്ത് നിസ്കരിച്ചപ്പോൾ ആ മയ്യിത്തിന്റെ തലയുടെ ഭാഗത്താണ് നിന്നത്. അതുപോലെ തന്നെ വഅജീസത്തിൽ മർഅ. പ്രായമായ സ്ത്രീയാണ് മയ്യിത്തെങ്കിലും അവിടെയും തലയുടെ ഭാഗത്താണ് നിൽക്കൽ. അതാണ് നബിയുടെ മാതൃക. 2 ഫർള്. മൂന്നാമത്തെ ഫർള് യഖറഉൽ ഫാത്തിഹ. ഫാത്തിഹ ഓതലാണ്. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതണം. യതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്വാൻ. ഫാത്തിഹയ്ക്ക് മുമ്പായി ഒരു അഊദു ഓതലും സുന്നത്തുണ്ട്. ബിസ്മി ഓതൽ നിർബന്ധമുണ്ട്. വയഖറഉൽ ഫാത്തിഹ. എന്നിട്ട് ഫാത്തിഹ ഓതണം. വലൈസ ഫീഹാ ഇസ്തിഫ്താഹുൻ അലൽ അർജ. മയ്യിത്ത് നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതൽ സുന്നത്തില്ല, അത് നബിയുടെ സുന്നത്തിൽപ്പെട്ടതല്ല. വലൈസ ഫീഹാ ഇസ്തിഫ്താഹു അലൽ അർജ. പ്രബലമായ അഭിപ്രായ പ്രകാരം മയ്യിത്ത് നിസ്കാരത്തിൽ വജ്ജഹത്ത് സുന്നത്തില്ല. അൽ ഖിറാഅത്തു സിർറുൻ. ഓതേണ്ടത് പതുക്കിയാണ്. ഇമാമായാലും മാമൂമാണെങ്കിലും ഒക്കെ ഓതേണ്ടത് പതുക്കിയാണ്. അതുപോലെ തന്നെ പതുക്കിയാക്കേണ്ടത് മാമൂമിങ്ങളൊക്കെ തക്ബീറിൽ പതുക്കിയാക്കണം. മാമൂമിങ്ങൾ തക്ബീറിൽ പതുക്കിയും ഇമാമ തക്ബീറിൽ ഉറക്കിയുമാക്കണം. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ മാമൂമിങ്ങൾ വളരെ പതുക്കിയാണ് മയ്യിത്ത് നിസ്കാരത്തിൽ തക്ബീർ ചെല്ലേണ്ടത്. മാമൂമിങ്ങൾ ഉറക്കെ തക്ബീർ ചെല്ലേണ്ടത് ഏത് നിസ്കാരത്തിലാണ്? പെരുന്നാൾ നിസ്കാരത്തിൽ. പലപ്പോഴും നമ്മൾ മയ്യിത്ത് നിസ്കാരം കൂട്ടമായ ആളുകളെ നിസ്കരിക്കുമ്പോൾ ഈ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഒരു ഓർമ്മയിൽ മാമൂമികളൊക്കെ ചിലപ്പോൾ ഇമാമ തക്ബീർ ഉറക്കെ ചെല്ലുമ്പോൾ മാമൂമികൾ ഉറക്കെ ചെല്ലുന്ന കേൾക്കാണ്. അത് സുന്നത്തിനെതിരാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ മാമൂമിങ്ങൾ പതുക്കെയാണ് തക്ബീർ ചെല്ലേണ്ടത്. യഖറഉൽ ഫാത്തിഹ. ഫാത്തിഹ ഓതി. അങ്ങനെ ഫാത്തിഹ ഓതി കഴിഞ്ഞ് 2ാമത്തെ തക്ബീറിലേക്ക് വരണം. സുമ്മ യുകബ്ബിറു സാനിയ. 2ാമത്തെ തക്ബീർ ചെല്ലണം. അല്ലാഹു അക്ബർ എന്ന തക്ബീർ. ഇമാം ഉറക്കിയും മാമൂമിങ്ങൾ പതുക്കെയും. 2ാമത്തെ തക്ബീർ വയുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്താണ്. നമുക്കറിയുന്ന നമ്മുടെ അത്തഹിയാത്തിൽ ഓതാറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്ത്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد
കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന സ്വലാത്താണ് മയ്യിത്ത് നിസ്കാരത്തിൽ ചെല്ലണം. ഈ സ്വലാത്ത് തന്നെ ചെല്ലണം എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഇതുപോലെ നിസ്കാരത്തിൽ നമ്മൾ ഇബ്രാഹിമി സ്വലാത്ത് മാത്രമേ ചെല്ലാവൂ, വേറെ സ്വലാത്ത് അതിൽ പറഞ്ഞിട്ടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്തും അത് ഇബ്രാഹിമി സ്വലാത്താണ്. ആ സ്വലാത്ത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ സ്വലാത്തുകൾക്കും ശ്രേഷ്ഠതയുള്ളൂ. കാരണം ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയ സ്വലാത്താണിത്. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച സ്വലാത്താണിത്, സ്വലാത്ത് ഇബ്രാഹിമിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യം നാഫിയായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.